സാറിനോട് രണ്ട് വാക്ക് പറയാം. സാറിനെ കുറിച്ചുള്ള ഓർമ്മ. എൻ്റെ ഓർമ്മയാണ് എന്താ ഇവിടേക്ക് കൊച്ചമ്മേനെയൊക്കെ കാണും വർഷങ്ങൾക്ക് ക്യൂവേറ്റൊക്കെ പോയ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾ പുള്ളിക്ക് ഒത്തിരി സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ പ്രസ് കോൺഫറൻസ് എടുത്തുകയാണെങ്കിൽ പ്രസ് മീഡിയക്കാരൊക്കെ ചിരിക്കുന്ന കണ്ടുപിടിക്കും. നല്ല സെൻസ് ഹ്യൂമർ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടിയെ പോലെ വ്യക്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. കുറച്ചെങ്കിലും പിള്ളേർക്കത് പരിഹരിക്കാൻ പറ്റുമെന്ന് ആശ്വസിക്കുന്നു. ചാണ്ടിമനും അച്ഛൻ്റെ പാതയിൽ തന്നെയുണ്ട്. MLA ആയിരുന്നു. പെൺപിള്ളേരും അതുപോലെ അതേ ജീന അവർക്ക് അതേ സ്വഭാവം. ചാരിറ്റി 53 വീട് കൊടുക്കുന്നു. 53 വീട് കൊടുക്കും. പുതുപ്പള്ളി മാത്രമല്ല, അല്ല 14 ജില്ലകളുണ്ട്. അതുപോലെ മൂത്ത മോള് ഒത്തിരി ഈ ചാരിറ്റി അതും ഇത് സ്പോൺസേഴ്സ് കൊടുത്തിട്ടാണ് ഒരു മറിക്കൂട്ടി ഒരു 7 ലക്ഷം രൂപയുടെ ചാരിറ്റി ഇപ്പോൾ നടത്താൻ തന്നെയോട് പറഞ്ഞു. പുതുപ്പള്ളിക്കാരുടെ അമ്മയല്ല, കേരളത്തിൻ്റെ മുഴുവൻ അമ്മയാണ്. അത് ഞാൻ അല്ല, ഉമ്മൻചാണ്ടി ജീവിച്ചപ്പോഴും ആദ്യ പ്രാവശ്യം MLA ആയപ്പോഴൊക്കെ CM ആയിരുന്നപ്പോഴൊക്കെ ഞാൻ കേരളത്തിന് വേണ്ടി മൊത്തം ഉപസിച്ച് പ്രാർത്ഥിച്ചിട്ട് കേരളത്തിൽ സുനാമി വരുന്നതിന് മുമ്പ് എനിക്കൊരു അവൻ്റെ ഒരാൾ പറഞ്ഞു ഒരു വലിയൊരു ദുരന്തം കേരളത്തിൽ വരാൻ പോവുകയാണ് അന്ന് കാണുന്നു. അപ്പോൾ ഞാനിത് ഒരാഴ്ച അന്ന് ജോലിയുള്ള സമയം ഒരാഴ്ച ലീവ് എടുത്ത് ഇരുന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം 2 മാസം കഴിയുമ്പോൾ ഈ സുനാമി എന്നറിയത്തില്ല. അന്നും ഏതാണ്ട് ദുരന്തം പേര് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അതെല്ലാം ഉമ്മൻചാണ്ടി എത്ര ഫാസ്റ്റായിട്ട് എത്ര എഫിഷ്യൻ്റായിട്ട് അത് ഞാനുണ്ടായിരുന്ന കൂട്ടത്തിലൊക്കെ ഈ സുനാമി ഒന്ന് അടിച്ച് ഇങ്ങനെ ആൾക്കാരും മരിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ വരുമ്പോഴൊക്കെ സംസാരിക്കാൻ അവസരം വളരെ ഈ ജീവിതം ഒന്നും കിട്ടിയിട്ട് അത് സത്യം തന്നെയാണ്. ഒട്ടും സംസാരിക്കാത്തൊരു വ്യക്തി, കൂട്ടത്തിൽ ഇല്ലാത്തൊരു വ്യക്തി, ഭക്ഷണം കഴിക്കുമ്പോഴും ഫോണാണ്. എൻ്റെ സമയത്ത് ഞങ്ങൾക്കൊരു സ്വകാര്യ ജീവിതം അമ്മനെ കിട്ടിയിട്ടില്ല. എൻ്റെ ബുദ്ധിമുട്ടും പക്ഷെ ഒരു പുതിയ കൾച്ചർ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടപ്പോൾ അതെ, സോ ഇമോഷണൽ ഇറ്റ് വാസ്. എനിക്കൊന്നും ഇങ്ങനെ പ്രസംഗം ഞാൻ രാഹുൽ ഗാന്ധി കേട്ടിട്ടില്ല. പറഞ്ഞു വന്നപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് തോന്നി. അതാ ഒരു ആത്മീയതയിലോട്ട് പോകുന്നത് പോലെ. അല്ല, അത് ഞാനതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പുതിയ കൾച്ചർ അത് തന്നെ ചാണ്ടിമൻ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്. 53 വീട് വെച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ചാണ്ടിമന് വീടില്ല. ചാണ്ടിമന് വീടില്ല, റെന്റില്ല താമസിക്കുന്നത്. പിന്നെ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുക. അതന്നെ ഉമ്മൻചാണ്ടി ചെയ്തത് തന്നെയാണ്. ഇനി ഒരുപാട് എന്നോടൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വീടിൻ്റെ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.